പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീ ബിജു IAS ഇതിനകത്ത് എനിക്കൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ദില്ലിയിൽ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സന്ദർശിക്കുകയും പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിന് ശ്രീ നിതിൻ ഗഡ്കരി നൽകുന്ന പിന്തുണക്ക് പൊതുവെ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും ചില നിർദ്ദേശങ്ങളും പുതിയ പദ്ധതികൾ ലഭ്യമാകേണ്ടതിനെക്കുറിച്ചുള്ള പ്രപ്പോസലുകളുമൊക്കെ തന്നെ പൊതുവെ സമർപ്പിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവായ മീറ്റിംഗാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിൽ ഓരോന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. NH66 അത് നമുക്കൊക്കെ അറിയാം, ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. NH66 റിവ്യൂ പൊതുവെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വന്നപ്പോൾ NH66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചതാണ്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പൊതുവെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കാനുള്ള നിലപാടാണ് ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. NH66 450-ലധികം കിലോമീറ്ററിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു റിവ്യൂവിൽ അത് 444 സ്വാഭാവികമായും അതിനേക്കാളധികം കിലോമീറ്റർ പ്രവൃത്തി പൊതുവെ പൂർത്തീകരിക്കപ്പെട്ടു. 16 റീച്ചുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് NH66 ബന്ധപ്പെട്ടുള്ളത്. ഈ 16 റീച്ചുകളുടെ വിശദമായ റിവ്യൂ ഇന്നത്തെ യോഗത്തിലുണ്ടായി. NH66 പ്രവൃത്തി ചിലയിടങ്ങളിൽ കരാറുകാരുടെ അനാസ്ഥ കാരണം സാധ്യമാകുന്ന നിലയിലേക്കുള്ള വേഗതയിൽ പോകുന്നില്ല എന്ന അഭിപ്രായം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇത്തരം കരാറുകാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. ഇത് ശ്രീ നിതിൻ ഗഡ്കരിയെ അറിയിച്ചിരുന്നു. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ചിലയിടത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ആ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ചില റീച്ചുകളിൽ 3 ഇരട്ടി എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലവും തൊട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ NH66 മുഴുവൻ റീച്ചുകളും പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ്, മുഴുവൻ റീച്ചുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പൊതുവെ തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി മാസം NH66 ബന്ധപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട റീച്ചുകളുടെ ഉദ്ഘാടനത്തിന് ശ്രീ നിതിൻ ഗഡ്കരി നേരിട്ട് കേരളത്തിൽ വരും. ജനുവരി മാസം തന്നെ പരമാവധി റീച്ചുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നുള്ള നിലപാടാണ് ശ്രീ നിതിൻ ഗഡ്കരിക്കുള്ളത്. ചില റീച്ചുകളിൽ ഇനിയും സമയമെടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ഈ മുഴുവൻ റീച്ചുകളെയും കരാറുകാരെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ള നിലയിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറിയെയും അതേപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും പ്രശ്നവും മറ്റുമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദില്ലിയിൽ ചേരാൻ ഇന്നത്തെ യോഗം പൊതുവെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ
ഷെഡ്യൂൾ ചെയ്ത പ്രകാരം പ്രവർത്തികൾ മുന്നോട്ട് പോകാൻ ഇതേറെ സഹായിക്കും എന്നാണ് പൊതുവെ കരുതുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തോട് ശ്രീ നിതിൻ ഗഡ്കരിയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രവൃത്തി പുരോഗതി നേരിട്ട് പരിശോധിക്കാനും അദ്ദേഹം ഈ ജനുവരി മാസത്തെ ഉപയോഗപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യോഗം ഉടനെ തന്നെ ഡേറ്റ് അദ്ദേഹം അറിയിക്കും. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ.